ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. പാകിസ്ഥാൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ്. ഇദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരും കരുതിയത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പാകിസ്ഥാൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ വിഷയങ്ങളെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുമെന്നാണ്. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പാകിസ്ഥാൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇൻറ്റേർണലായിട്ടുള്ള വിഷയങ്ങളിൽ പാകിസ്ഥാൻ തലയിടില്ല എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം അധികാരത്തിൽ കയറി ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഷഹബാസ് ഷെരീഫ് പുറത്തുവിട്ടു. പക്ഷേ ഇന്ന് ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളുമാണ് ഏഷ്യയിൽ ഇപ്പോഴും പ്രശ്നമുണ്ടാകാൻ കാരണമെന്നും, സോ ആ ഒരു ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് പിൻവലിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഇൻറ്റേർണൽ വിഷയത്തിൽ തലയിട്ടിട്ടുണ്ട്. സോ കാശ്മീർ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഇന്ത്യയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇന്ത്യയുടെ അകത്തുള്ള ഒരു പ്രശ്നമാണ്. അതിൽ വേറെ രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ വേണ്ട എന്നാണ് ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടുന്നത്. സോ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും ഇന്ത്യ അതേ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ ബിലാവലി ഭൂട്ടോ പറഞ്ഞ പോലെ തന്നെ പലതരം സ്റ്റേറ്റ്മെൻറ്റ്സ് പുറത്തുവിടുന്നത് ഇന്ത്യക്കും കൂടുതലായിട്ടുള്ള ഡിപ്ലോമാറ്റിക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു നയതന്ത്രപരമായ ബന്ധം ശക്തമാക്കി മാറ്റണമെങ്കിൽ അവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്താനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. പക്ഷേ പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വീണ്ടും പൊടിതട്ടി എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ പാകിസ്ഥാൻ ബന്ധപ്പെടുത്തിയിട്ട് നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിലെ പെട്രോൾ പ്രൈസ് ഒരു ദിവസം എന്തോ 30 രൂപ എന്തോ ഹൈക്ക് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ റുപ്പിയിൽ. സോ അത്രയും പ്രൈസ് ഹൈക്ക് ചെയ്യാനുള്ള കാരണം അവർക്കുള്ള സാമ്പത്തികമായ പ്രശ്നമാണെന്നാണ് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ പ്രശ്നങ്ങളും ഏഷ്യയിലുണ്ടാകുന്ന പലതരം മാറ്റങ്ങളും പുതിയ പല സാധ്യതകളും പുതിയ പല പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് ഇന്ത്യക്കും കാണിച്ചു തരുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷത്തെ പറ്റിയിട്ടും നിരവധിയായ അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് വെസ്റ്റേൺ കൺട്രി ശ്രമിക്കണമെന്നും, അല്ലാതെ നിങ്ങൾ വെറുതെ റഷ്യയുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർക്കശമായ സ്വരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് സെലൻസ്കി ഇങ്ങനെ പ്രതികരണം അറിയിക്കും, അത് കഴിഞ്ഞ് വീണ്ടും പോയിട്ട് വെസ്റ്റേൺ കൺട്രീസിനോട് യാചിക്കും. അങ്ങനത്തെ ഒരു പ്രവണതയാണ് യുക്രൈനിൽ ഇപ്പോഴത്തെ ഭരണകൂടം നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വെസ്റ്റേൺ കൺട്രീസുമാണെന്ന് പറഞ്ഞിരിക്കുന്ന അതേ സെലൻസ്കിയാണ് വെസ്റ്റേൺ കൺട്രീസുമായിട്ട് സഹായം ആവശ്യപ്പെടുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇവിടെ വെസ്റ്റേൺ കൺട്രീസോ അല്ലെങ്കിൽ അമേരിക്കയോ ആരും തന്നെ ശ്രമിക്കില്ല. കാരണം അവർക്കെല്ലാവർക്കും ഇതൊരു പ്രശ്നമായിട്ട് തുടർന്നു പോയാൽ മാത്രമേ വലിയ സാമ്പത്തികമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ വീണ്ടും നീട്ടി കൊണ്ടുപോകാനായിട്ട് റഷ്യയുടെ ഓയിൽ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നീട്ടി കൊണ്ടുപോകാനായിട്ട് യൂറോപ്യൻ യൂണിയൻ പോലും ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് പോലും ജർമ്മനിയിൽ പലതരം ജർമ്മനി യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട മെമ്പറാണ്. സോ ജർമ്മനി പോലും പലതരം ഒരു മിശ്രിതമായ പ്രതികരണമാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെ പുടിൻ ഒരു ഓഫറും വെസ്റ്റേൺ കൺട്രീസിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന് ലോകത്ത് കടുത്ത സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്ലസ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന കാര്യത്തിനും വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ലോകം മുഴുവനും വലിയ തോതിൽ ഒരു ഫെമൈൻ എന്ന് പറയുന്ന കാര്യത്തോട് എത്തപ്പെടുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഭക്ഷണത്തിൻ്റെ ക്ഷാമം ഇല്ലാതാക്കാനും അതിൻ്റെ ദൗർലഭ്യം കുറയ്ക്കാനായിട്ടും റഷ്യ സഹായിക്കാമെന്നും റഷ്യ അതിനെ മുൻകൈയിട്ട് വരാമെന്നും, പക്ഷെ അതിന് പകരമായിട്ട് ഞങ്ങളുടെ മേലെ വെസ്റ്റേൺ കൺട്രീസും അമേരിക്കയും ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ പലതും പിൻവലിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ പുടിൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിനു മുമ്പ് അമേരിക്ക സൂചിപ്പിച്ചൊരു കാര്യത്തിനോട് വളരെയധികം സാമ്യം തോന്നുന്നുണ്ട്. കാരണം അമേരിക്ക പറഞ്ഞു ഒരു ഭക്ഷണം എന്ന് പറയുന്ന ഒരു ആയുധമാക്കി മാറ്റാനായിട്ട് റഷ്യ ശ്രമിക്കുമെന്ന് അമേരിക്ക സൂചിപ്പിച്ചതാണ്. സോ അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ റഷ്യ നടപ്പാക്കുന്നതായിട്ട് നമുക്ക് തോന്നാൻ സാധിക്കും. പക്ഷേ റഷ്യ കൃത്യമായിട്ട് തന്നെ അവരുടെ കൈവശമുള്ള ആ ഒരു ആയുധം, ഇത് ഒരു ടൈപ്പ് ഓഫ് വജ്രായുധം തന്നെ പറയാൻ സാധിക്കും. ഓയിലായിരുന്നു ഒരു പ്രധാനപ്പെട്ട വജ്രായുധം. ഇന്ന് ഓയിൽ മാറിയിട്ട് ഭക്ഷണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് റഷ്യ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. സോ റഷ്യയുടെ ഈ നീക്കങ്ങളെല്ലാം തന്നെ പുതിയ പല മാറ്റങ്ങളാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് സൃഷ്ടിക്കുന്നതെന്നെ പറയാൻ സാധിക്കും. പക്ഷെ അവിടെയും പുതിയ കൂട്ടുകെട്ടുകൾ ശക്തമാക്കുന്നതിലും പുതിയ പല സാധ്യതകൾ സ്വന്തമാക്കുന്നതിലും ഇന്ത്യക്കും പല അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ജപ്പാൻ. ഇന്ത്യയുമായിട്ട് എല്ലാ കാലഘട്ടങ്ങളിലും സഹകരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ഈവൻ രണ്ടാം ലോകമായ സമയത്ത് പോലും ഇന്ത്യയുടെ സ്വന്തമായിട്ടൊരു ആർമി വേണമെന്ന് പറയുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആഗ്രഹത്തിന് ജപ്പാൻ വലിയ പിന്തുണ നൽകിയിരുന്നു. പക്ഷെ അതിൽ അവർക്കും ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ജപ്പാൻ അവർക്ക് ഈ രണ്ടാം ലോകമായ ശേഷം ലോകത്തെ ഏത് രാജ്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം സൃഷ്ടിക്കേണ്ടതെന്നൊരു തോന്നലിൽ അവരാദ്യം ഉൾപ്പെടുത്തിയത് ഇന്ത്യ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചൈനയായിട്ട് മാറുന്നുവെന്ന് ജപ്പാന് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. കാരണം ജനസംഖ്യാപരമായിട്ടും ഈ ഭൂപ്രകൃതിപരമായിട്ടും ചൈനയോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളൊരു പ്രദേശമാണ് ഇന്ത്യ.
ഇന്ത്യ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് പലതരം വിദേശ കമ്പനികൾ വരുന്നതും പല കമ്പനീസും പുതിയ പല സ്ഥാപനങ്ങൾ തുറക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിരിക്കും. സോ അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യയിൽ പലതരം പ്രശ്നങ്ങൾ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ അകത്തുള്ള ഡ്രോൺ മാനുഫാക്ചറിങ്, ഡ്രോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് കൂടുതൽ കരുത്ത് പകരുന്ന തരത്തിൽ ജപ്പാനിലെ ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ വികസിപ്പിക്കുന്ന കമ്പനി കൈകോർക്കാമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടപ്പാക്കിയിരിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ചൈനയുടെ DJI എന്ന് പറയുന്ന ഡ്രോൺസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രോൺസ് ആണ്. സോ ആ ഒരു DJI എന്ന് പറയുന്ന ബ്രാൻഡ് ചൈനീസ് ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ആണെന്നും സോ അവർ ഈ ഡീറ്റെയിൽസ്, ഈ യൂസ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസും അയാൾ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു മീഡിയം ഏതാണോ അതിലുള്ള എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുക്കുന്നു, ഇത് സെക്യൂരിറ്റി ത്രെട്ടാണെന്ന് പറഞ്ഞ് പലതരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സോ അങ്ങനെ ഇന്ത്യയും അതിൽ DJI എന്ന് പറയുന്ന കമ്പനിയെ ഉൾപ്പെടുത്തിയിട്ട് DJIയുടെ ഡ്രോൺസ് ബാൻ ചെയ്തു. സോ അങ്ങനെ ബാൻ ചെയ്ത ശേഷം ഇന്ത്യയുടെ അകത്ത് തന്നെയുള്ള മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് വഴി കൂടുതൽ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുവാനായിട്ട് ഗവൺമെൻറ് തീരുമാനമെടുത്തിരുന്നു. സോ വെൽക്കമിംഗ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആയിരുന്നു. പക്ഷേ ആ ഇനിഷ്യേറ്റീവ് ഒരു മെല്ലെ പോക്ക് നടപ്പാക്കുന്നു എന്നൊരു സംശയം പലർക്കും ജനിപ്പിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോഴായിരുന്നു പുതിയ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ കമ്പനീസ് ഇന്ത്യയിലോട്ട് വരേണ്ടത് ആവശ്യതയുണ്ടെന്ന് ഈ ഡ്രോൺ ഇൻഡസ്ട്രിയിൽ ശക്തമായ ഒരു ആരോപണങ്ങൾ ഉയർന്നു വന്നത്. കാരണം ഈ ഡ്രോൺ ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് ലോകത്തെ പല രാജ്യങ്ങൾക്കും പലതരം ടെക്നോളജിയാണ് സ്വന്തമാക്കിയിരിക്കുക. സോ ടെക്നോളജീസ് ഒരു ഷെയർഡ് ആയിട്ട് മാറിയാൽ എല്ലാ രാജ്യങ്ങൾക്കും പലതരം ഒരു ടെക്നിക്കൽ ഷെയറിംഗ് വാല്യൂ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ടെക്നോളജീസിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ പുതിയ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് അറിയാവുന്നത് തന്നെയാണ്. സോ അങ്ങനെ ജപ്പാനും അവരുടെ കൈവശമുള്ള ജപ്പാനീസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ ബിൽഡ് ക്വാളിറ്റിയിൽ വളരെ മികച്ചതായിരിക്കും ജപ്പാനീസ് ടെക്നോളജി. ഈ ചൈനീസ് ടെക്നോളജിയെക്കാളും കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി, അതിന് കൂടുതൽ ആയുർദൈർഘ്യം ഉണ്ടാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജപ്പാൻ ടെക്നോളജീസ് കൂടുതലായിട്ട് അവർക്ക് ബിൽഡപ്പ് ചെയ്യാൻ, ഒരു ലാർജ് സ്കെയിൽ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു മാൻ പവറും പ്ലസ് ജിയോഗ്രഫിക്കലി ഒരു ആപ്റ്റബിൾ ആയിട്ടുള്ള ലൊക്കേഷനും അത്യാവശ്യമാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യത്തിലും, ഈ കമ്പാരിറ്റീവ്ലി പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ഇന്ത്യയെ കണക്കാക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യയുമായിട്ട് കൈകോർത്തുകൊണ്ട് ഇന്ത്യയിൽ ഡ്രോൺസ് വികസിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും ജപ്പാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2014 ജപ്പാനിൽ ഒരു ബാൻ കൊണ്ടുവന്നിരുന്നു. അതായത് ജപ്പാന്റെ കൈവശമുള്ള മാരകമായ ആയുധങ്ങളും അവരുടെ യുദ്ധവിമാനങ്ങളൊക്കെ അവർ വിൽക്കുന്നതിൽ ഒരു ബാൻ കൊണ്ടുവന്നു. പക്ഷേ ആ ബാൻ ഇന്ന് 11 കൺട്രീസ്, ഇന്ത്യ ഉൾപ്പെടെ ഒരു 12 കൺട്രീസിന് ഇളവ് നൽകിയിട്ടുണ്ട്. സോ ഈ ഇളവ് ഇന്ത്യക്ക് കൂടുതലായിട്ട് ഒരു അവസരങ്ങൾ തുറന്നു കൊടുക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്തോ പസഫിക്കിൽ ജപ്പാൻ ഏറ്റവും വെല്ലുവിളിയായിട്ട് മാറുന്ന രാജ്യം ചൈന തന്നെയാണ്. സോ ചൈനയെ ഒന്ന് അകറ്റി നിർത്തണമെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ അടുപ്പിക്കേണ്ടെന്ന കാര്യത്തെപ്പറ്റി ഇന്ന് ജപ്പാൻ മനസ്സിലാക്കുന്നുണ്ട്. സോ ഓൾറെഡി ജപ്പാൻ ഇത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ മാറി വന്നിരിക്കുന്ന 3 ഭരണാധികാരികളും കൃത്യമായ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ആദ്യം നോക്കുകയാണെങ്കിൽ ഈ ജപ്പാന്റെ ഇതിനു മുമ്പത്തെ പ്രസിഡന്റ് അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു വെച്ചത് ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിക്കണമെന്നായിരുന്നു. അന്ന് മൻമോഹൻ സിംഗ് അവരുടെ ഗവൺമെന്റ് ആയിരുന്നു. അതിനുശേഷം ഷിൻസെ അബെയായിരുന്നു അന്ന് പ്രസിഡന്റ്. അതിനുശേഷം അടുത്തായിട്ട് വന്ന ഇടക്കാല സമയത്തുള്ള ഒരു പ്രസിഡന്റും ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫുമിയോ കിഷിഡ എന്ന് പറയുന്ന ജപ്പാന്റെ പുതിയ പ്രസിഡന്റും ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്ന കാര്യങ്ങളാണ് പുറത്തുവിടുന്നത്. സോ അതേസമയത്ത് തന്നെ അമേരിക്കയുമായിട്ടും ജപ്പാൻ സഹകരിക്കുന്നത് തീർച്ചയായിട്ടും ജപ്പാന് ഒരു സെക്യൂരിറ്റി പരമായ പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കാനുള്ള ഒരു തീരുമാനമാണ് കണക്കാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അവർ സ്വന്തമായിട്ട് അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എല്ലാ സമയത്തും അമേരിക്കയെ മാത്രം ആശ്രയിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അവരുടെ സെൽഫ് ഡിഫെൻസീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഈ ജപ്പാന്റെ ആ ഒരു ഡിഫെൻസീവ് ഫോഴ്സ്, അവരുടെ ആർമിയെ കൂടുതൽ വിപുലീകരിക്കാനും ആർമിയുടെ കൂടുതൽ മേഖലയിലുള്ള സഹകരണം ശക്തമാക്കാനും ശ്രമിക്കുന്നത്. സോ ഡ്രോൺ ടെക്നോളജി ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് തുറന്നു കൊടുക്കുന്നത്. ഇന്ന് തുർക്കിഷ് ഡ്രോൺസ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ യുക്രൈനെ കൂടുതൽ അഡ്വാൻറ്റേജ് സമ്മാനിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും അർമേനിയ അസർബൈജാൻ യുദ്ധത്തിൽ ഇതേ തുർക്കിയുടെയും ഇസ്രായേലി ഡ്രോണുകൾ മാറി മാറി ശക്തമായ ഒരു നേട്ടം സ്വന്തമാക്കുന്നു പറയുന്ന വാർത്തകളെല്ലാം തന്നെ ഡ്രോൺ ടെക്നോളജി ഭാവിയുടെ ഒരു പ്രധാനപ്പെട്ട അടിത്തറയായിരിക്കുമെന്ന് പറയുന്ന കാര്യത്തിലോട്ട് ലോകരാജ്യങ്ങളെ വിരൽ ചൂണ്ടാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ടെക്നോളജിയിൽ ഇന്ത്യയും കൂടുതലായിട്ടുള്ള നേട്ടം സ്വന്തമാക്കാൻ സാധിക്കട്ടെ. കാരണം ഇന്ത്യയിൽ പല കമ്പനീസ്, ഈ ഡ്രോൺ നിർമ്മിക്കുന്ന പല സ്റ്റാർട്ടപ്സിനും കൂടുതൽ ഗ്രാൻഡും കൂടുതൽ സീഡ് ഫണ്ടിങ്ങും വിദേശത്ത് നിന്ന് വരുന്നുണ്ട്. ഈവൻ ഇന്ന് പോലും ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ മൂന്നാമത്തെ റിച്ചസ്റ്റ് പണക്കാരനായിട്ടുള്ള അദാനി, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഡ്രോൺ കമ്പനിയുടെ 50% ഷെയർ വാങ്ങിയിട്ടുണ്ട്. സോ ഈ ഷെയർ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഈ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പുതിയ പല മേഖലയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ആ മേഖല ഭാവിയുടെ ഒരു സമ്പത്തായിട്ട് മാറുമെന്ന് പറയുന്നത് തന്നെയാണ്. സോ ഡ്രോൺ ടെക്നോളജിയിൽ ഇന്ത്യയുടെ കൈവശമുള്ള ഡ്രോൺസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡ്രോൺ നിർമ്മിക്കുന്നതിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവും, പ്ലസ് ആ കോസ്റ്റിനേക്കാളും കൂടുതൽ ഡ്യൂറബിലിറ്റി, അതിനേക്കാളും ആ കോസ്റ്റ് എത്രയാണ് നമ്മൾ മുടക്കുന്നത് അതിൻ്റെ ഒരു 2 മടങ്ങിനേക്കാളും കൂടുതലായിട്ടുള്ള നമുക്ക് ബിൽഡ് ക്വാളിറ്റിയും പ്ലസ് ആ ഒരു ടെക്നോളജി അഡ്വാൻറ്റേജും സമ്മാനിക്കുന്നു പറയുന്നൊരു കാര്യം ഇന്ത്യയിൽ ഡ്രോൺ നിർമ്മിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും സിഇഒമാർ പുറത്തുവിട്ടിട്ടുണ്ട്.
സോ ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൂടുതലായിട്ടുള്ള ഇനിഷ്യേറ്റീവ് വേണം. ഓൾറെഡി ഗവൺമെൻറ് ഈ സ്മാഷ് ഡ്രോൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡ്രോൺസ് വാങ്ങിക്കാനായിട്ട് 20 മില്യൺ ഡീലിൻ്റെ ഒരു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കരാർ സൈൻ ചെയ്തു. സോ അതേപോലെ നിരവധി കരാറുകൾ വരേണ്ടതും ഈ കരാറുകൾ കൂടുതലായിട്ട് ഡ്രോൺ ടെക്നോളജിയെ ബൂസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യക്ക് ഉപകാരപ്പെടും. മാത്രമല്ല ശ്രീലങ്കയുടെ വിഷയത്തിലും ഇന്ത്യയും ജപ്പാനും സഹകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്തോ പസഫിക്കിലും പ്ലസ് ഇന്ത്യൻ ഓഷ്യനിലും ഇന്ത്യക്കും ജപ്പാനും ഒരേപോലെ പ്രശ്നമായി മാറുന്ന ചൈനയെ അകറ്റി നിർത്താനായിട്ട് ഈ ഒരു അവസരത്തിൽ ശ്രീലങ്കയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് ഇന്ത്യയും ജപ്പാനും തീരുമാനിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇന്ത്യയും ജപ്പാനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശ്രീലങ്കയിൽ നിരവധി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് നടപ്പാക്കിയിരുന്നു. ആ പ്രൊജക്റ്റുകൾക്ക് കൂടുതൽ ആക്കം നൽകാനും പ്ലസ് ശ്രീലങ്കയിലെ കറണ്ട് സിറ്റുവേഷനെ ഒന്ന് തരണം ചെയ്യാനായിട്ട് അവർക്കൊരു കൈ നൽകാനായിട്ടും രണ്ട് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ശ്രമം എത്രത്തോളം ഈസി ആയിട്ട് മാറും, അല്ലെങ്കിൽ എത്രത്തോളം അത് ശ്രീലങ്കയ്ക്ക് ഒരു സഹായകരമായിട്ട് മാറുമെന്ന് പറയുന്നതും വലിയ ചോദ്യം തന്നെയാണ്. കാരണം ശ്രീലങ്ക അത്രമാത്രം താഴ്ചയിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. സോ ആ താഴ്ചയിൽ നിന്ന് അവരെ മുകളിലോട്ട് കയറ്റണമെങ്കിൽ അത്രയും ദൃഢതയുള്ള അത്രയും നീളമുള്ള ഒരു കയർ തന്നെ ആവശ്യമുണ്ട്. ഈ കയർ ആരായിരിക്കും സമ്മാനിക്കുക, അല്ലെങ്കിൽ ആരായിരിക്കും ആ കയറിൻ്റെ ഒരു അറ്റത്ത് നിന്ന് ശ്രീലങ്കയെ പിടിച്ച് മുകളിലോട്ട് കയറ്റുക, ഈ കാര്യത്തെപ്പറ്റി ഭാവിയിൽ നമുക്ക് കണ്ടറിയാം. കാരണം വൈകാതെ തന്നെ IMFൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം വന്നേക്കാം. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഈ ഒരു കൂട്ടുകെട്ടിനെ പറ്റി എന്താണ് തോന്നുന്നത്? ഈ കൂട്ടുകെട്ട് ജപ്പാന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ജപ്പാന് ഫേവറായിട്ട് മാറുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെ ഇന്ത്യയിലെ ഈ ഡ്രോൺ ടെക്നോളജിക്കും കൂടുതൽ ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ച് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.